ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസൻ വ്ളോഗ്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് അത്യാവശ്യമായ കുറച്ച് സാധനങ്ങളാണ് ഈ ബോക്സിലുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ബോക്സിലുള്ളത് എന്ന് നോക്കാം. നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഓഫർ നോക്കിയിട്ട് സെലക്ട് ചെയ്താണ് വാങ്ങുന്നത്. അപ്പോൾ കുറച്ച് ചെറിയ സാധനങ്ങളാണ്, അത്ര വലിയ സാധനങ്ങളൊന്നുമല്ല. ഈ കാണുന്നത് സ്ട്രോ ആണ്. നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റിയൊരു സ്ട്രോ ആണ് ഇത്. നമ്മൾ വീട്ടിലൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ബ്രഷുകളാണിത്. അപ്പം നമ്മൾ ഓഫറുള്ള സമയങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് നോക്കിയിരുന്നാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം അധികം പൈസ ഒന്നും ആയിട്ടില്ല. നല്ല ബ്രഷൊക്കെ തന്നെയാണിത്. അതുപോലെ തന്നെ കുറച്ച് ടൂൾസുകളൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ കഴിഞ്ഞൊരു കിച്ചൺ ടിപ്സ് വീഡിയോയിൽ ഞാൻ ഒരു പാത്രം കഴുകുന്ന ഒരു ബോക്സും അതേപോലെ സ്ക്രബ്ബറും കൂടിയിട്ട് കാട്ടിയിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. അത് നല്ലതായി തോന്നിയിട്ട് വീണ്ടും 2 വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നല്ലൊരു സാധനം തന്നെയാണ്. നമുക്ക് ലിക്വിഡ് വയ്ക്കുകയും ചെയ്യാം, അതേപോലെ സ്ക്രബ്ബറും വയ്ക്കാം. അപ്പോൾ നല്ല വൃത്തിയുള്ളതാണ്. എല്ലാവരും ഇത് കണ്ടിട്ട് നല്ലതാണെന്ന് പറഞ്ഞ് ചെയ്ത്. ഇതിനധികം വില ഒന്നുമില്ല. ഇതിന് 50 രൂപ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരാഴ്ച മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഇതേപോലെ 2 വാങ്ങിയിരുന്നു 100 രൂപയ്ക്ക്. അതുപോലെ തന്നെയാണ് ഇതും വാങ്ങിയിട്ടുള്ളത്. 2 ബോക്സ് ഉണ്ട്. ഇതിലുള്ള എല്ലാ സാധനങ്ങളുടെയും വില ഒന്നും എനിക്കറിയില്ല. ഓർഡർ ചെയ്ത ആൾ വേറെയാണ്, അതുകൊണ്ടാണ്. ഈ സോപ്പ് ബോക്സ് നല്ല വൃത്തിയായിട്ട് തോന്നി. അതാണ് ഇത് വീണ്ടും വാങ്ങാൻ കാരണം. ഈ കാണുന്നത് സ്ട്രോ ആണ്. നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റിയാണ്. കഴുകി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ സ്റ്റീലിൻ്റെയാണ്. ഇതിനൊരു ബ്രഷും കൂടെ ഉണ്ട്. ചെറിയ കുട്ടികളുടെ വീട്ടിൽ ഈ സ്ട്രോക്ക് എപ്പോഴും ആവശ്യമാവും. അപ്പോൾ എല്ലാവരും പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോ വാങ്ങിയിട്ട് എടുത്ത് വെക്കാറാണ് പതിവ്. അപ്പോൾ ഈ സ്ട്രോ ആണെങ്കിൽ നമുക്ക് കഴുകി വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബ്രഷും കൂടെ ഉണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇതേപോലത്തെ സ്ട്രോ ആദ്യമായിട്ട് വാങ്ങിക്കുകയാണ്. ഇത് നല്ല കാണാൻ നല്ല വൃത്തിയൊക്കെ ഉണ്ട്. ഇനി ഉപയോഗിച്ച് നോക്കിയാൽ അറിയാം. അതേപോലെ പലതരത്തിലുള്ള ബ്രഷുകളുണ്ട് ഇതിൽ. ബ്രഷുകൾ കിച്ചൺ സ്റ്റവ് വൃത്തിയാക്കാനും അതേപോലെ നമുക്ക് സിങ്ക് വൃത്തിയാക്കാനൊക്കെ പറ്റിയ പലതരത്തിലുള്ള ബ്രഷുകളാണുള്ളത്. ബ്രഷിൻ്റെ കൂടെ തന്നെ 2 ബ്ലേഡുകൾ കാണുന്നുണ്ട്. നമ്മൾ പെയിൻ്റൊക്കെ ഒരതാൻ എടുക്കണം അതേപോലത്തെ ഒരു 2 ബ്ലേഡാണുള്ളത്. 2 സെറ്റായിട്ടുള്ള ബ്രഷുകളുണ്ട്. ഒരു ബ്രഷിൻ്റെ കൂടെ 2 ബ്ലേഡും കൂടെ ഉണ്ട്. നമുക്ക് ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ബ്രഷും ബ്ലേഡും തന്നെയാണ് ഇതൊക്കെ. അതുപോലെ നമ്മൾ സാധാരണ മസാല ബോക്സ് റൗണ്ടിലുള്ളതല്ലേ കണ്ടിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയുള്ളൊരു മസാല ബോക്സും കൂടെ ഇതിലുണ്ട്. അതേപോലെ ഒരു കിച്ചൺ കത്രിക കൂടെ ഉണ്ട്. നല്ല വൃത്തിയുള്ള ഒരു കത്രിക എന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അതിനൊരു ടോപ്പും കൂടെ ഉണ്ട്. സാധാരണ കത്രികയ്ക്ക് ടോപ്പൊന്നും കാണാറില്ല. ഒരു ടോപ്പും കൂടെ ഉണ്ട്. ഈ ബോക്സിലൊരു ആക്സോ ബ്ലേഡാണ്. അപ്പോൾ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പോൾ കുറച്ച് മെക്കാനിക്കൊക്കെ അറിയുന്ന ആളാണ് ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളുടെ ബില്ലാണിത്. അതേപോലെ ഇതിലൊരു തെർമോമീറ്ററും കൂടെ ഉണ്ട്. ഇത് നമ്മൾ കവറിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം സീൽ ചെയ്യൂലേ, ആ സീലിംഗ് മെഷീനാണ്. ചെറിയൊരു സീലിംഗ് മെഷീനാണ്. ഇത് ചെറുതാണ് കേട്ടോ. ഇത് വീട്ടിലേക്ക് നമുക്ക് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് തന്നെയാണ്. നമുക്ക് പുറത്തേക്ക് വല്ല സാധനങ്ങളൊക്കെ കൊടുത്തയക്കുമ്പോൾ സീൽ ചെയ്യാനൊക്കെ നല്ലതാണ്. ഇത് നേരത്തെ കാട്ടി അതേപോലത്തെ ഒരു ബോക്സ് തന്നെയാണ്. മസാലകളൊക്കെ സൂക്ഷിക്കാൻ പറ്റി. അതേപോലെ കുറച്ച് സ്പൂണുകളൊക്കെ ഉണ്ട്. 4 കള്ളിയാണുള്ളത്. 4 ഇടാനും ഒരു സ്പൂണും കൂടെ ഉണ്ട്. അത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. കിച്ചണിലൊക്കെ വെക്കാൻ നമുക്ക് പറ്റിയത് തന്നെയാണ്.
ഈ ബ്രഷ് നമുക്ക് കിച്ചണിൽ ഗ്യാസ് സ്റ്റവ് വൃത്തിയാക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ബ്രഷൊക്കെ വളച്ചിട്ട് ഇതേപോലെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഉറപ്പുണ്ടാവും. ഇതേപോലത്തെ ബ്രഷ് വാങ്ങിയാൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാനൊക്കെ പറ്റും. ഈ കാണുന്നത് സ്ക്രബ്ബറാണ്. അതേപോലെ കുറച്ച് ആങ്കറും കൂടെ ഉണ്ട്. നമുക്ക് ബാത്റൂമിലും അതേപോലെ കിച്ചണിലും ബെഡ്റൂമിലൊക്കെ വെക്കാൻ പറ്റിയൊരു ഹാങ്ങറാണിത്. അപ്പോൾ ഇത് പശണ്ട് ഇതിൻ്റെ മീതെ സ്റ്റിക്കറാണ്. ടൈൽസിലൊക്കെ നന്നായിട്ട് ഒട്ടിക്കാൻ പറ്റും. അപ്പം നല്ലൊരു ഹാങ്ങറാണിത്. അടുക്കളയിലാണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കാറ്. അടുക്കളയിൽ ടൈൽസിൻ്റെ മീതെ നന്നായിട്ട് നമുക്ക് തൊട്ടിച്ച് വെക്കാൻ പറ്റുന്നുണ്ട്. വൃത്തികേടൊന്നല്ല, നല്ല വൃത്തിയിൽ നമുക്ക് ഇത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആണി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാമല്ലോ. അതേപോലെ ബെഡ്റൂമിലൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനൊക്കെ ഇത് പറ്റുന്നതാണ്. ഹാങ്കറിൻ്റെ മീതെ ചാവികളും നമുക്ക് എന്താ അത്യാവശ്യമായിട്ടുള്ളതൊക്കെ വെക്കാൻ പറ്റും. ഈ കാണുന്നത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ്. അപ്പോൾ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ബ്രഷാണ്. ഒരു ഭാഗത്ത് വൈപ്പറുണ്ട്, ഒരു ഭാഗത്ത് ബ്രഷും കൂടെയാണ്. നമ്മൾ ബ്രഷും വൈപ്പറും വേറെ വേറെ അല്ലേ ഉപയോഗിക്കാറുണ്ട്. ഒരു ഭാഗത്ത് ബ്രഷുണ്ട്, ഒരു ഭാഗത്ത് വൈപ്പറുണ്ട്. പിന്നെ ഇതിൻ്റെ പിടുത്തം പറഞ്ഞത് സ്റ്റീലിൻ്റെയാണ്. അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ജോയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോ സമയത്തും ഓരോ മോഡലല്ലേ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മളെ കയ്യിലുള്ളതൊക്കെ കേട് വരുമ്പോൾ നമുക്ക് പുതിയ മോഡൽ കാണുമ്പോൾ അത് വാങ്ങിക്കുന്നതാണ്.
ഈ ബ്രഷ് ബാത്റൂം ക്ലീൻ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ചെറിയ സാധനങ്ങൾ വെച്ചിട്ടുള്ള ഈ അൺബോക്സിങ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.